ജയ് ഹിന്ദ് ചിൽഡ്രൻ. ശ്രീ കുഞ്ചൻ നമ്പ്യാരുടെ കൊള്ളിവ കല്ലാതൊന്നും എന്ന പാഠഭാഗത്തിന് വേണ്ടിയുള്ള ആദ്യ ക്ലാസ്സിൽ പാഠഭാഗത്തെക്കുറിച്ചും കവിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കലാസബരിയെക്കുറിച്ചുമൊക്കെ ഞാൻ പറയുകയുണ്ടായി. ഇനി പാഠഭാഗത്തിൻ്റെ വിശദീകരണത്തിലേക്കാണ് കടക്കുന്നത്. കൊള്ളിവ കല്ലാതൊന്നും, ശ്രീ കുഞ്ചൻ നമ്പ്യാർ. കവിത ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും എല്ലാം കൊടുക്കുന്നു ഞാൻ എല്ലാ നേരവും ഇപ്പോൾ. നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും, മുക്കുടി എന്നാൽ മരുന്നുകൾ മോരിൽ പുഴുങ്ങി അരച്ചു കലക്കി തിളപ്പിച്ചുണ്ടാക്കിയ ഔഷധം, ഇവയെല്ലാം കൃത്യമായി നൽകുന്നുണ്ട്. എന്നാൽ തെല്ലും വിശേഷം കാണാനില്ല, ചോറൊരു വറ്റും ചെല്ലുന്നതില്ല, രോഗം വെല്ലുന്നൗഷധജാലം. അതായത് ഈ ഔഷധങ്ങളെല്ലാം കൃത്യമായി നൽകിയിട്ടും പ്രത്യേകിച്ച് രോഗത്തിന് ഒരു മാറ്റവും കാണുന്നില്ല. ചോറൊരു വറ്റും ചെല്ലുന്നതില്ല, ചോറ് ഒരൽപ്പം പോലും അദ്ദേഹം ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല. രോഗത്തെ വെല്ലുന്ന ഔഷധജാലം, അതായത് രോഗത്തിൻ്റെ ശക്തി ഔഷധങ്ങളെ ജയിക്കുന്നു. ഔഷധങ്ങൾക്ക് രോഗത്തെ ശമിപ്പിക്കാൻ, നിയന്ത്രിക്കാൻ, ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. തെല്ലും നമുക്ക് കഴിവില്ലെന്നു വന്നു, കാന്തനല്ലും പകലും കഴിവില്ലാതെ വലയുന്നു. ഇല്ലാതെ വിഷമങ്ങൾ വല്ലാതെ വന്നു, നമുക്കെല്ലാം ഓർത്താൽ ആരോട് ചൊല്ലുന്നു ഞാനീ ക്ലേശം. ശീലാവതി തൻ്റെ കഷ്ടതകൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങുന്നു. തെല്ലും നമുക്ക് കഴിവില്ലെന്ന് വന്നു, എനിക്ക് ഒന്നിനും കഴിവില്ലെന്ന് വന്നിരിക്കുന്നു. കാന്തനാകട്ടെ, കാന്തൻ ഭർത്താവ്, രാവും പകലും വല്ലാതെ വിഷമിക്കുന്നു. ഇല്ലാതെ വിഷമങ്ങൾ വല്ലാതെ വന്നു, ഒരിക്കലും അവസാനിക്കാത്ത ബുദ്ധിമുട്ടുകൾ വളരെയേറെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാം ഓർത്താൽ ആരോട് ചൊല്ലുന്നു ഞാനീ ക്ലേശം. ഒന്നോർത്താൽ ഈ ക്ലേശങ്ങളെല്ലാം ഞാൻ ആരോട് പറയാനാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും എല്ലാം കൊടുക്കുന്നു ഞാൻ എല്ലാ നേരവും ഇപ്പോൾ. തെല്ലും വിശേഷം കാൺമാനില്ല, ചോറൊരു വറ്റും ചെല്ലുന്നതില്ല, രോഗം വെല്ലുന്നൗഷധജാലം. തെല്ലും നമുക്ക് കഴിവില്ലെന്നു വന്നു, കാന്തനല്ലും പകലും കഴിവില്ലാതെ വലയുന്നു. ഇല്ലാതെ വിഷമങ്ങൾ വല്ലാതെ വന്നു, നമുക്കെല്ലാം ഓർത്താൽ ആരോടു ചൊല്ലുന്നു ഞാനീ ക്ലേശം. ആശയം ഇപ്രകാരമാണ്: നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും ഞാൻ എല്ലാ നേരവും കൊടുക്കുന്നുണ്ട്, എങ്കിലും രോഗത്തിന് ഭേദമൊന്നും കാണാനില്ല. ഒരു വറ്റു ചോറ് പോലും അദ്ദേഹം കഴിക്കുന്നില്ല. ഔഷധങ്ങളെയെല്ലാം രോഗം കീഴടക്കുന്നു. എനിക്ക് ഒരു കഴിവുമില്ലെന്നായിരിക്കുന്നു. ഭർത്താവ് രാവും പകലും ഒന്നും ചെയ്യാനാവാതെ വലയുന്നു. വിഷമങ്ങൾ ഒന്നൊന്നാകെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ക്ലേശങ്ങൾ, എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയുവാനാണ്? ഇല്ലങ്ങളിൽ നടന്ന് നെല്ലുമരിയും തെണ്ടി ചൊല്ലുന്ന പോലെ കുത്തി കല്ല് കളഞ്ഞു വച്ച്, നല്ല ചോറും കറിയും ഉണ്ടാക്കിക്കൊണ്ടും ചെല്ലുന്ന നേരമങ്ങ് തെല്ലും രുചിയുമില്ല. ഇല്ലങ്ങളിൽ നടന്ന് നെല്ലുമരിയും തെണ്ടി, ഓരോരോ ഇല്ലങ്ങളിൽ നടന്ന് നെല്ലും അരിയും യാചിച്ചു കൊണ്ടുവന്ന് ചൊല്ലുന്ന പോലെ കുത്തി കല്ല് കളഞ്ഞു വച്ച്, ഭർത്താവ് പറയുന്ന പോലെ നെല്ലുകുത്തി കല്ലു കളഞ്ഞ് നല്ല ചോറും കറിയും ഉണ്ടാക്കിക്കൊണ്ടും, നല്ല ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചെല്ലുന്ന നേരമങ്ങ് തെല്ലും രുചിയുമില്ല. അതിന് അല്പവും രുചിയില്ലെന്ന് അദ്ദേഹം പരാതി പറയുന്നു. കൊല്ലുന്നതിനേക്കാളും ശല്യമായിട്ടുള്ളൊരു കൊള്ളിവ കല്ലാതൊന്നും ചൊല്ലുകയില്ലദ്ദേഹം. വളരെ കഷ്ടപ്പെട്ട് ചോറും കറിയും പാകം ചെയ്ത് ഭർത്താവിന് മുന്നിലെത്തുമ്പോൾ കൊല്ലുന്നതിനേക്കാൾ ക്രൂരമായ തരത്തിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ഭർത്താവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്. ഏതൊരു പെണ്ണിൻ്റെ മനസ്സിലും വേദന ജനിപ്പിക്കുന്ന അതേ അനുഭവമാണ് ശീലാവതിയുടെ ജീവിതത്തിലും നാം കാണുന്നത്. കാലം എത്ര മാറിയിട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രം ജീവിതവ്രതമായി സ്വീകരിച്ച ചില ഉഗ്രതപസ്സുകൾ
ഇന്നും അരങ്ങു തകർക്കുന്നുണ്ട്. നല്ല കഷായങ്ങളും എന്ന തുടക്കം മുതൽ ചൊല്ലുകയില്ലദ്ദേഹം എന്ന വരികൾ വരെയുള്ള ആശയം ഒരിക്കൽ കൂടി. ഭർത്താവിനെ കുറിച്ചുള്ള ശീലാവതിയുടെ പരിഭവങ്ങളാണ് കാവ്യഭാഗം. കഷായങ്ങളും മരുന്നുകൾ മോരിൽ പുഴുങ്ങി അരച്ചു കലക്കി തിളപ്പിച്ചുണ്ടാക്കിയ ഔഷധവും, അതായത് മുക്കുടികൾ, ഇവയെല്ലാം എല്ലാ സമയവും കൃത്യമായി കൊടുക്കുന്നു. എന്നിട്ടും ഭർത്താവിൻ്റെ രോഗത്തിന് യാതൊരു മാറ്റവും കാണുന്നില്ല. ഒരു വറ്റു ചോറ് പോലും ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല. രോഗത്തിൻ്റെ ശക്തി ഔഷധങ്ങളെ ജയിക്കുന്നു. രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതിരിക്കുന്നു എന്ന് അർത്ഥം. രാവും പകലും വല്ലാതെ വിഷമിക്കുകയാണ് ഭർത്താവ്. ഒരിക്കലും അവസാനിക്കാത്ത ബുദ്ധിമുട്ടുകൾ വളരെയേറെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഒന്നോർത്താൽ ഈ ക്ലേശങ്ങളെല്ലാം ഞാൻ ആരോട് പറയാനാണ് എന്ന് ശീലാവതി ചോദിക്കുന്നു. ഇല്ലങ്ങളിൽ നടന്ന് യാചിച്ചു നെല്ലും അരിയും കൊണ്ടുവന്ന് നെല്ലുകുത്തി നല്ല ചോറും കറിയുമെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് അല്പം പോലും രുചിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊല്ലുന്നതിനേക്കാൾ മൂർച്ചയുള്ള കൊള്ളിവാക്കുകളല്ലാതെ മറ്റൊന്നും അദ്ദേഹം പറയാറില്ല. തുടർന്നുള്ള വരികൾ ശീലാവതിയുടെ മാത്രം പരിഭവമല്ല, സ്ത്രീയായി പിറന്ന പലരുടെയും ഉള്ളിലെ വിതുമ്പലുകളാണ്. എടുത്തെന്നാൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം, കൊടുത്തെന്നാൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം, അടുത്തെന്നാൽ അതും കുറ്റം, അടുക്കാഞ്ഞാൽ അതും കുറ്റം, കുളിച്ചെങ്കിൽ അതും കുറ്റം, കുളിക്കാഞ്ഞാൽ അതും കുറ്റം, പറഞ്ഞെങ്കിൽ അതും കുറ്റം, പറയാഞ്ഞാൽ അതും കുറ്റം, എരിച്ചെങ്കിൽ അതും കുറ്റം, എരിക്കാഞ്ഞാൽ അതും കുറ്റം. അതായത് ഭർത്താവിൻ്റെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്ന പതിവ്രതയായ ശീലാവതിയുടെ ജീവിതമാണ് കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിക്കുന്നത്. എന്തിനും ഏതിനും കുറ്റം പറയുന്ന ഭർത്താവാണ് ശീലാവതിയുടേത്. എന്തെങ്കിലും ചെയ്താൽ കുറ്റം, ചെയ്തില്ലെങ്കിൽ കുറ്റം, എടുത്താൽ കുറ്റം, എടുത്തില്ലെങ്കിൽ കുറ്റം, കൊടുത്താൽ കുറ്റം, കൊടുത്തില്ലെങ്കിൽ കുറ്റം, അടുത്താൽ കുറ്റം, അടുത്തില്ലെങ്കിൽ കുറ്റം, കുളിച്ചാൽ കുറ്റം, കുളിച്ചില്ലെങ്കിൽ കുറ്റം, പറഞ്ഞാൽ കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം, എരിച്ചാൽ കുറ്റം, എരിച്ചില്ലെങ്കിൽ കുറ്റം. ഇങ്ങനെ കുറ്റം മാത്രം കേൾക്കേണ്ടി വരുന്ന നിസ്സഹായയായ സ്ത്രീ ജന്മത്തിൻ്റെ പ്രതീകമാണ് ശീലാവതി. ഇവിടെ പ്രസിദ്ധ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വിവാഹ സമ്മാനം എന്ന കവിത ഓർക്കേണ്ടതുണ്ട്. അതിലും ആരോപണങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ പരിദേവനങ്ങളാണ് വിഷയം. കുഞ്ചൻ നമ്പ്യാരുടെയും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയും ജീവിത കാലഘട്ടങ്ങൾ ശ്രദ്ധിക്കുക. വളരെ അകലമുണ്ട്. കാലങ്ങൾ കഴിഞ്ഞിട്ടും പെൺജീവിത രീതിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി കവിതയുടെ തുടർന്നുള്ള വരികൾ ശീലാവതി സ്വയം ആശ്വസിക്കുന്നതാണ്. അതിനായി അവൾ ഭഗവാനിൽ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാ കുറ്റവും ചുമലിലേറ്റി ഭർത്താവിൻ്റെ എല്ലാ തെറ്റുകളും പുറത്ത് ആ പതിവ്രതാരത്നം തൻ്റെ മനോദുഃഖങ്ങളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. എല്ലാവരും കൈവിടുമ്പോൾ, ആരും ആശ്രയമില്ലാതാവുമ്പോൾ നമുക്ക് താങ്ങായി തണലായി നിൽക്കുന്ന ഒരാളുണ്ട്, ചൈതന്യമൂർത്തിയായ ഭഗവാൻ. വരികൾ ഇപ്രകാരമാണ്: മറിമായങ്ങളും അവിനയവും ഞാൻ അറിയുന്നവളല്ല അച്യുത കൃഷ്ണ. പിറവിയിലുള്ളൊരു ജാതകദോഷം കുറയല്ലതുകൊണ്ട് ഇങ്ങനെ നമ്മെ കുറവ് പറഞ്ഞു നശിപ്പിക്കുന്നു കുറവറ്റീടിന മുനികുലനാഥൻ. മറിമായങ്ങളും അവിനയവും ഞാൻ അറിയുന്നവളല്ല അച്യുത കൃഷ്ണ. മറിമായങ്ങൾ, കള്ളത്തരങ്ങൾ, അവിനയം, വിനയമില്ലായ്മ, ഇതൊന്നും എനിക്ക് അറിയില്ല അല്ലയോ അച്യുതനായ കൃഷ്ണ. പിറവിയിലുള്ളൊരു ജാതകദോഷം കുറയല്ലതുകൊണ്ടിങ്ങനെ നമ്മെ കുറവു പറഞ്ഞു നശിപ്പിക്കുന്നു കുറവറ്റീടിന മുനികുലനാഥൻ. പിറവി, ജന്മം. ജന്മനാലുള്ള തൻ്റെ ജാതകദോഷം കൊണ്ടാണ് തൻ്റെ ഭർത്താവായ ഈ മുനികുലനാഥൻ, അതായത് ഉഗ്രതപസ്, തന്നിൽ എന്തിനും കുറ്റങ്ങൾ കണ്ട് തൻ്റെ മനസ്സിനെ
വേദനിപ്പിക്കുന്നത് എന്ന് ശീലാവതി സ്വയം ആശ്വസിക്കുന്നു. തൻ്റെ ദുഃഖങ്ങളെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ആ സ്ത്രീരത്നം. പഴയ കാലത്തും സത്യത്തിനും നീതിക്കും പാതിവൃത്യത്തിനും ഒരു വിലയുമില്ലാത്ത അവസ്ഥയല്ലേ ഇവിടെ നാം കാണുന്നത്, പ്രത്യേകിച്ച് സ്ത്രീ ജീവിതത്തിൽ. മമതയാണ് സർവ്വദുഃഖങ്ങൾക്കും കാരണം എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞത് സ്ത്രീ ജീവിതത്തിലാണോ കൂടുതലും അർത്ഥവത്താകുന്നത്? ഒരു കുടുംബത്തോട് സ്ത്രീ കാണിക്കുന്നിടത്തോളം മമത ഒരു പുരുഷന് ഉണ്ടാകുമോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ മമതയല്ലേ അവളുടെ ദുഃഖത്തിനും കാരണം. ചുരുക്കത്തിൽ, പെണ്ണായി പിറന്നാൽ മണ്ണായി തീരുന്നതുവരെ കണ്ണീര് കുടിക്കാൻ വിധിക്കപ്പെട്ടവളാണ് സ്ത്രീ എന്ന കാഴ്ചപ്പാടിന് ഇന്നും മാറ്റം വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. സ്ത്രീ ഇന്നും കഷ്ടപ്പെടുവാൻ മാത്രമായി, ദുഃഖിക്കുവാൻ മാത്രമായി ജന്മമെടുത്തവളാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിനെയെല്ലാം അതിനിശ്ചിതമായി വിമർശിച്ച് പുരുഷ മേധാവിത്വത്തിനെതിരെ തൻ്റെ കൃതിയിലൂടെ ചാട്ടവാറടി നൽകുകയാണ് മലയാളത്തിലെ ആ ഫലിത സമ്രാട്ട്.